ഹലോ എവരിവൺ, എൻ്റെ പേര് ഹഫ്സ. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പാഷൻ ഫോർ ടീച്ചിങ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു ചെറുപ്പകാലത്തിൽ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ടൈമിൽ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെറുപ്പുള്ളൊരു കാര്യമായിരുന്നു. അതായത് കുട്ടികളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ക്ലാസ് എടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. വേറെ പല പാഷൻസ് ആയിരുന്നു എനിക്ക്. ഡോക്ടർ ആവണം, നേഴ്സ് ആവണം, പൈലറ്റ് ആവണം, അങ്ങനെയുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പഠനം ഇങ്ങനെ കൂടിക്കൂടി വരുന്തോറും ഒരു 10th 12th ഒക്കെ എത്തിയ സമയത്ത് പക്ക എനിക്ക് ടീച്ചിങ്ങിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വന്നു. അതായത് എൻ്റെ ഫീൽഡ് ഇതാണ് എന്നൊരു തോട്ട് എനിക്ക് വന്നു തുടങ്ങി. പ്രത്യേകിച്ച് ഈ അസൈൻമെന്റ്, സെമിനാർ എടുക്കുമല്ലോ, സെമിനാർ പ്രസന്റേഷൻസ് ഒക്കെ നടത്തുന്ന ടൈമിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് നല്ല അപ്രിസിയേഷൻ കിട്ടാൻ തുടങ്ങി. അതായത് കുട്ടിക്ക് നല്ല ഭാവിയുണ്ട്, കുട്ടി നല്ലൊരു ടീച്ചർ ആവും എന്നുള്ള ഒരു കമന്റ്സും കോംപ്ലിമെന്റ്സ് ഒക്കെ വന്ന സമയത്ത് ടീച്ചിങ് എൻ്റെ ഒരു ഫീൽഡ് ആണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. പിന്നെ ബികോം എടുത്ത സമയത്ത്, ബികോം ഫിനാൻസ് ആയിരുന്നു, ബികോം എടുത്ത സമയത്ത് സെമിനാർ പ്രസന്റേഷൻസ് കൂടി വന്നു. ആ ടൈമിലും എന്നോട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ട്, ഷീന എന്നാണ് പേര്. മാം എന്നോട് പറഞ്ഞു, ഹഫ്സക്ക് നല്ലൊരു പ്രൊഫസർ ആവാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഞാൻ അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തു. പിന്നീട് എനിക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് മാറി. അങ്ങനെയാണ് പിന്നെ ഞാൻ എം ബി എ എടുക്കണം, ഒരു PG എടുക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. പക്ഷെ അതൊരു പ്രൊഫഷണൽ കോഴ്സും കൂടി ആണെങ്കിൽ കുറച്ചും കൂടി നന്നാവുമെന്ന് തോന്നി. അങ്ങനെ ബികോം ഫിനാൻസ് കഴിഞ്ഞ സമയത്ത് ഞാൻ MBAക്ക് അപ്ലൈ ചെയ്തു. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ CUET എക്സാം എഴുതി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MCOMന് സീറ്റ് കിട്ടി. പക്ഷേ ഞാൻ പോയില്ല, കാരണം MCOM ആണല്ലോ, ഒരു പ്രൊഫഷണൽ PG അല്ല എന്നുള്ളത് കൊണ്ട് അവിടേക്ക് പോവാതെ MBA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയപ്പോൾ അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് ജോയിൻ ചെയ്തു. പക്ഷെ ഇതിൽ പറയാനുള്ള മെയിൻ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ MBA കഴിയുന്നതോടുകൂടി എല്ലാവരും പറഞ്ഞു ഈ കോർപ്പറേറ്റ് ഫീൽഡിലേക്ക് ആവും ഹഫ്സന്റെ താല്പര്യം, എന്തായാലും മാറും, ഒരു ഓഫീസ് ജോബിലോട്ടാവും താല്പര്യം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ MBA കണ്ടിന്യൂ ചെയ്യുന്ന സമയത്തും എന്റെ പാഷൻ ടീച്ചിങ് തന്നെയായിരുന്നു. അതായത് നെറ്റ് എക്സാം എഴുതിയെടുക്കണം, ഒരു പ്രൊഫസറിലേക്ക് എത്തണം, ആ ഒരു മൈൻഡ് മാത്രമേ ആ ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, എൻ്റെ പപ്പ ഭയങ്കര സപ്പോർട്ടീവാണ്. മൂപ്പർക്ക് എന്നിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യ. അതായത് ഇങ്ങനെ ബാക്കിയുള്ള പാരന്റ്സിനെ പോലെ കമ്പയർ ചെയ്യല്ല, എന്നാലും ബാക്കിയുള്ള പാരന്റ്സിനെ പോലെ പഠിക്ക്, അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനത്തെ ഒരു പ്രഷറോ ഒരു ഫോഴ്സോ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര പഠിപ്പിയാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണെന്നൊക്കെ. അങ്ങനെയല്ല. പക്ഷെ പപ്പക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അവൾക്ക് വേണ്ടത് അവള് ചെയ്തോളും, അവൾക്ക് വേണ്ടത് അവള് പഠിച്ചോളും, അപ്പൊ ഞങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണ്. മൂപ്പർക്ക് ഭയങ്കര വിശ്വാസമാണ്. ബാക്കി ആരോട് പറയുമ്പോഴും എന്റെ മോളല്ലേ, അത് ചെയ്തോളും, അത് പഠിച്ചോളും, അത് ഇതാക്കിക്കോളും, ആ ഒരു മൈൻഡാണ് വീട്ടിൽ നിന്ന് പാരന്റ്സ്. പിന്നെ ഇപ്പം എടുത്തു പറയാനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയും ഭയങ്കര സപ്പോർട്ടീവാണ്. പഠിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ എത്തുക എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ ടീച്ചിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഈ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓക്കെ എനിക്കത് അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കല്ല. കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കരിയർ ഡെവലപ്മെന്റിലോട്ട് പോകുമ്പോൾ എന്താ പറയാ, കണ്ടിന്യൂസ് ലേണിംഗ് ആണ് നമുക്ക് വേണ്ടത്. എപ്പോഴും ഡെയിലി ഓരോ കാര്യം വെച്ച് ഒരു 5 or 10 കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ വീതം വെച്ച് പഠിക്കണം. എൻ്റെ ഒരു മോട്ടീവാണത്. അതായത് ഓരോ ദിവസം കൂടുന്തോറും ഓരോ കാര്യങ്ങളിലെ അറിവ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു എന്തിനോടാണെങ്കിലും ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി വരും. പിന്നെ ഞാൻ പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുട്ടികൾക്കൊരു കാര്യം മനസ്സിലാവാന്ന് പറയുന്നത് ആസ് എ ടീച്ചർ അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. കുട്ടികൾക്കൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അത് മനസ്സിലാവുക, അപ്പൊ അവരുടെ ഫേസിൽ കാണുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതാണ് ഒരു ആസ് എ ഗുഡ് ടീച്ചർ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഈ കുട്ടികളിലേക്ക് പുതിയ കാര്യങ്ങൾ എത്തിക്കുക, അവർക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കുക, അവരുടെ പാഷൻ എന്താണ് അത് ഫോളോ ചെയ്യാൻ വേണ്ടി അവരെ ടാക്കിൾ ചെയ്യുക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനും ടീച്ചിങ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാറ്. നേരെ ഇങ്ങനെ ഒരു റോബോട്ടിക് സെഷൻ പോലെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർ നോട്ട് ചെയ്തെടുക്കുക, അവരത് മനസ്സിലാക്കുക, സ്വന്തം പഠിക്കുക, ആ ഒരു രീതിക്കല്ല ഞാൻ ക്ലാസ് എടുക്കാറ്. ഇന്ററാക്റ്റീവ് ആയിട്ട് കുട്ടികളോട് നന്നായിട്ട് ഇടപഴകി അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് പുതിയ കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അത് ഞാനും മനസ്സിലാക്കി ആ ഒരു രീതിക്കാണ് ഞാൻ ടീച്ചിങ് കൊണ്ടുപോകുന്നത്. അപ്പം എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ള എന്താന്ന് വെച്ചാല്, എല്ലാവരും അവരവരുടെ പാഷൻ അല്ലെങ്കിൽ അവരവരുടെ കരിയർ ഫോളോ ചെയ്ത് പോവാം. എന്തായാലും നമ്മൾ എൻഡില് നമ്മളുടെ ഡ്രീം അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും.
ഓക്കെ, താങ്ക് യു.